അപ്പോൾ ഗൈസ് ഞാനിവിടെ ഒരു റവ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു ഡവറ, ഒരു ചെറിയ ഡവറക്ക് ഒരു ഡവറ റവ ഇട്ടു. ഒരു ചെറിയ ഡവറിൻ്റെ കാല് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്. പഞ്ചസാര 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മധുരം വേണ്ടത് കുറച്ചധികം. ഒരു നുള്ളി ഉപ്പ്, കുറച്ച് ഉപ്പേ പറ്റുള്ളൂ. നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. തേങ്ങ വറുത്തനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പാടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കാൻ പോവുകയാണ്. 1.5 ചെറിയ ഡവർക്ക് 1.5 ഡവറയാണ് റവ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് മിക്സ് ആക്കാൻ പോകുന്നത്. ശരിക്കും ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ചൂടുള്ള വെള്ളമാണ്. ഇത് കലക്കണം, ഇങ്ങനെ ആക്കണം. നമ്മൾ മിക്സിയിൽ ആക്കണം. മിക്സി ഇട്ടിട്ട് ആട്ടാൻ പോവുകയാണ്. ആടി വന്നിട്ടുണ്ട്. കയ്യിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം. നമ്മൾ 20 മിനിറ്റ് വരെ വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞാൽ ദോശ ശരിയാകും. നല്ല ദോശയൊക്കെ കാട്ടിയ പരുവത്തിനുണ്ട്. ഗ്യാസിൻ്റെ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് റവ ദോശ പാരാൻ പോവുകയാണ്. റവയുള്ള ദോശ പാരാൻ പോവുകയാണ്. ഒന്നും ഇങ്ങോട്ട് ചുറ്റി എണ്ണ തേച്ചിട്ടില്ല. എണ്ണ തേക്കാൻ പറ്റില്ല. എണ്ണ തേക്കാതെയാണ് ഞാൻ റവ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അഞ്ഞിപ്പോ അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കും. സെറ്റായിട്ടുണ്ട്. ഹലോ ഗൈസ്, റവയുള്ള ദോശയാണ്. ഇത് നല്ല നാരൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല മഴയുണ്ട്. കോഞ്ചി പോലെ നല്ല മഴയുണ്ട്. നല്ല പാല് പറഞ്ഞ ചായ ഉണ്ട്. നല്ല ചട്ടനിയൊക്കെ നല്ല ചട്ടനിയാണ്. നല്ല കുറുക്കുള്ള ചട്ടനി ഉണ്ട്. പിന്നെ കോമ്പിനേഷനാണ്. നല്ല ആഹാരമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്.